ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദിജ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഈവനിങ് ടൈമായപ്പോൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന സമയം തൊട്ട് എല്ലാവരും പറയേണ്ടത് ഈ ഒരു ബീച്ച് കാണാൻ പോകണമെന്ന്. കുറച്ച് ലോങ് ആയത് കാരണമാണ് ഞങ്ങൾ പോവാതെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു ബീച്ച് വരുന്നത്. അപ്പോൾ ക്രിസ്മസും വീക്കെൻഡൊക്കെ അടുപ്പിച്ച് കിട്ടിയ കാരണമാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ പോണ വഴിയിലൊക്കെ ഒട്ടകവും കഴുതയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പോണത്. പ്രത്യേകിച്ച് പോണ വഴി നമ്മൾക്കൊന്നും കാണാനില്ല, ഫുൾ ട്രാവലിംഗ് തന്നെയാണ്. ഈ കാണുന്ന ഡെസേർട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാപ്പിട്ടാണ് പോണത്. അപ്പോൾ ആദ്യമായിട്ട് പോണതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇടയിൽ വെച്ചിട്ട് ഒരു 10-30 കിലോമീറ്ററൊക്കെ നമുക്ക് വഴി തെറ്റിയിട്ട് പോകേണ്ടി വന്നു. റിട്ടേണൊക്കെ പോരേണ്ടി വന്ന കാരണം കുറച്ച് ടൈം എടുത്തു. എന്നാലും ഈ ഒരു സമയം കറക്റ്റ് ആയിരുന്നു കേട്ടോ. 3 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കറക്റ്റ് ആ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കാനും പിന്നെ അതുപോലെ വഴിയൊക്കെ തെറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് സൺസെറ്റൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പുതിയ റോഡുകളൊക്കെ വന്നേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ റോഡുകളാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം റോഡ് ഏതാ മണൽ ഏതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാട്ടോ. ഇവിടെ പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാ റോഡുകളും. പക്ഷേ ഇപ്പോൾ പണി നടക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ നല്ല റോഡും ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പഴയ റോഡ് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഡെസേർട്ടും റോഡൊക്കെ ഒരുപോലെ തന്നെയാണ് കിടക്കണത് കേട്ടോ. പൊതുവെ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് ഒമാൻ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടായ ഒരു രാജ്യമാണ് കേട്ടോ. ഈ പോണ വഴിയിലൊക്കെ നമുക്ക് ഏകദേശം ആ ഒരു അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരൊക്കെ പറയുന്നത് ശരിയാണെന്ന്. കാരണം ഈ സൈഡിലൊക്കെ ആയിട്ട് വലിയ മലകൾ പോലെ കാണുന്നതിലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് അങ്ങനെ തൊട്ടാ വീഴും അങ്ങനെ നമുക്ക് തോന്നി പോകണം. അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവട്ടെ ഇവിടെയൊക്കെ കടലായിരുന്നു. ഒമാൻ്റെ ചരിത്രം തന്നെ അങ്ങനെ ആണല്ലോ. അറബിക്കടലിനോടും ഒമാൻ ഉൾക്കടലിനോടും ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ. ഒമാനിൽ പരമ്പരാഗതമായിട്ട് സുൽത്താൻ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒമാൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ UAEയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് സൗദി, തെക്ക് പടിഞ്ഞാറായിട്ടാണ് യമൻ വരുന്നത്. ഇതിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് നമ്മുടെ ഒമാനുള്ളത്. ഒമാൻ പൊതുവെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മത്സ്യം അങ്ങനത്തൊക്കെയാണ്. അതുപോലെ തന്നെ ചെറിയൊരു സ്ഥലത്താണ് കൃഷി ഉള്ളെങ്കിലും അത്യാവശ്യത്തിലേറെ പച്ചക്കറികളൊക്കെ ഉണ്ടാവണ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും തണുപ്പാണ്, അതുപോലെ തന്നെ വൈകിട്ടും തണുപ്പാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ കൊടും ചൂടായിരിക്കുള്ളൂ, അതുപോലെ തന്നെ നല്ല കാറ്റും ആയിരിക്കുള്ളൂ. ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തണുപ്പിലോട്ട് വരുന്നത്. തണുപ്പെന്ന് പറയുമ്പോൾ ഒരു 15 ഡിഗ്രി 23 ഡിഗ്രിയുടെ ഒക്കെ ഉള്ളിലായിരിക്കുള്ളൂ താപനില നിൽക്കുന്നുണ്ടാവുക. ചൂടിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുണ്ടാവുക 50 ഡിഗ്രിയൊക്കെ താപനിലയിൽ വരെ ചൂടൊക്കെ വരാറുണ്ട് കേട്ടോ. ഈ മൺസൂൺ കാലാവസ്ഥയുള്ള തോഹർ മേഖല ഒഴിച്ചുള്ള ബാക്കി എല്ലായിടത്തും കൊടു ചൂട് തന്നെ ആയിരിക്കുള്ളൂ. ഈ ഒക്ടോബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തണുപ്പിലോട്ട് കിടക്കും. പക്ഷേ ഈ കൊല്ലം എന്തോ ഈ ഒരു സമയമായിട്ട് വരെ തണുപ്പ് അങ്ങോട്ട് വന്നിട്ടില്ല. 2-3 ദിവസം നല്ല തണുപ്പുണ്ടായെങ്കിലും പിന്നീട് അങ്ങോട്ട് നമുക്ക് തണുപ്പ് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ബീച്ച് റാസ് മാട്രക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. വരുമ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അല്ല, ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇപ്പോൾ പോകുന്നൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഏരിയയിൽ കൂടിയുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വണ്ടി അതിന് പറ്റിയതല്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ റിട്ടേൺ കുറച്ച് ഇങ്ങോട്ട് ബാക്കോട്ട് പോയിട്ട് നമ്മൾ നേരിട്ട് കടലിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ കയറി നല്ല ഭംഗിയിട്ടിട്ട് കാണാം. ഈ ഒരു ഏരിയ കൂടെ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ വിചാരിച്ച ആരും ഉണ്ടാവില്ല, ഫാമിലീസ് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ മലയാളീസും ഉണ്ടായിരുന്നു. അവർ ഈ ഫിഷിങ്ങും ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സെറ്റൊക്കെ ചെയ്തിട്ടാണ് അവർ ഫാമിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കണം. നമ്മുടെ വണ്ടി അങ്ങോട്ട് പോവാത്തതിൻ്റെ പേരിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ നടന്ന് പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു. കറക്റ്റ് ആ ഒരു സൺസെറ്റിൻ്റെ സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് വലിയ തിരക്കോ ബഹളങ്ങളോ ഇല്ല, എന്നാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്, പേടിക്കാതെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പം നല്ല വ്യൂ ആയ കാരണം ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ബീച്ചായ കാരണം നമ്മൾ ഈ പണ്ടല്ല ഈ പല സിനിമകളിലൊക്കെ ഇങ്ങനെ ഓരോ സോങ് ഷൂട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിച്ച് പേടിയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. എന്നാലും അത്യാവശ്യം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ദേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം മാത്രം നമുക്ക് ലൈറ്റൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.